ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മുന്നേറി വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ക്രിസ്തുവിൻ്റെ സ്ലീഹന്മാരിൽ ഒരുവനായ വിശുദ്ധ മത്തായിയെപ്പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കാം. അൽക്കായുടെ മകനായിരുന്നു. സ്വദേശം കഫർന്നഹൂം. ലേവി എന്നതായിരുന്നു മറുപേര്. പ്രധാന ജോലി റോമൻ ഗവൺമെൻറ്റിൻ്റെ ചുങ്കം പിരിവുകാരനായിരുന്നു. ഇപ്രകാരമുള്ള ജോലി ചെയ്യുന്നവരെ സമൂഹത്തിൽ എല്ലാവരും വെറുത്തിരുന്നു. ചിലർ ന്യായമായ ജോലിയും ചിലർ അന്യായമായ പിരിവും നടത്തുന്നവരുമായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യവും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യത്തിലും മത്തായി ചുങ്കസ്ഥലത്ത് ഇരിക്കുകയായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനെ കാണുമ്പോൾ യേശു അവനോട് എന്നെ അനുഗമിക്ക എന്ന് മാത്രമാണ് പറഞ്ഞത്. അവൻ മറുപടി ഒന്നും പറയുന്നില്ല. എഴുന്നേറ്റ് ഉടനെ അവനെ അനുഗമിച്ചു. ഒരുപക്ഷെ ഇതിനു മുമ്പ് അവൻ്റെ ജീവിതത്തിൽ പണത്തിനായിരിക്കാം 1-ാം സ്ഥാനം കൽപ്പിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ വിളി കേട്ടപ്പോൾ ക്രിസ്തുവിനെ ജീവിതത്തിൽ 1-ാം സ്ഥാനത്തേക്ക് മാറ്റി. ഹൃദയങ്ങളെ അറിയുന്ന, ഹൃദയങ്ങളെ കാണുന്ന കർത്താവ് മത്തായിയുടെ ഹൃദയത്തെ കണ്ടു. അവനെ വിളിച്ചു. അവൻ യേശുവിൽ വിശ്വസിക്കുന്നു. വിളി കേട്ടപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ടു. അതാണ് വിശ്വാസം, യഥാർത്ഥ വിശ്വാസം. അവൻ യേശുവിനെ അനുഗമിച്ചു. അവൻ യേശുവിൽ ജീവിച്ചു. ഈ സംഭവത്തിന് ശേഷം യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരിക്കുകയാണ്. പരീശന്മാർ അത് കണ്ടിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന മറുപടി, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവന് വൈദ്യനെ കൊണ്ട് ആവശ്യമല്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. യേശുവിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ ധനമെന്ന് ചുങ്കക്കാരനായ മത്തായി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകത്തിൻ്റെ രചയിതാവായി ഈ മത്തായി മാറുന്നു. പഴയ നിയമ പ്രവാചകന്മാരുടെ പൂർത്തീകരണമാണ് യേശുവെന്നും വരുവാനിരിക്കുന്ന മശീഹ ആണെന്നും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഭാഗ്യാവസ്ഥയുടെ അഷ്ടസൗഭാഗ്യങ്ങൾ എന്തെന്ന് വിശദമായി പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, മത്തായിയുടെ വിശ്വാസം കളങ്കമില്ലാത്തതായിരുന്നു. അത് പൂർണ്ണമായിരുന്നു. പാപികളെ തേടി വരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. വിളിച്ചവനിൽ വിശ്വാസം തോന്നിയപ്പോൾ അവൻ മറ്റെല്ലാം ഉപേക്ഷിച്ചു. അവനെ അനുഗമിച്ചു. അവനിൽ ജീവിച്ചു. എത്ര ധന്യമായ ജീവിതം! ആ ക്രിസ്തുവിൻ്റെ മുഖത്തെ ശോഭയാൽ അവൻ്റെ ജീവിതം എത്ര ധന്യമായി തീർന്നു. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ വരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പാപികളെ തേടി വന്നവൻ അവിടുന്നാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീതിമാന്മാരെ അല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നതെന്ന് അവിടുന്ന് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വിളി കേൾക്കുമ്പോൾ
അങ്ങിൽ വിശ്വസിക്കുവാനും അങ്ങേ അനുഗമിക്കുവാനും അങ്ങിൽ ജീവിക്കുവാനും അവിടെ നിങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.